ഡോക്ടർ റാമിനെ നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് എസ്പിയും ഡിവൈഎസ്പിയും ഹൈക്കോടതിയിൽ ഹാജരായി. KV വേണുഗോപാൽ, സുധീർ കല്ലൻ എന്നിവരാണ് നേരിട്ട് എത്തിയത്. ബിനിലാണ് വിവരങ്ങളുമായി ചെന്നത്. ബിനിൽ, കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തലശ്ശേരി കോടതിയുടെ പരിഗണനയ്ക്കൊക്കെ വന്നപ്പോഴും ഹൈക്കോടതി നടപടി സ്വീകരിക്കട്ടെ, സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ഉണ്ട്, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു പൗരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ, അയാളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ വലിയ വീഴ്ച പറ്റി. ഇപ്പോൾ മലയാളം നന്നായി അറിയാത്ത ഈ ഡോക്ടർ റാമിനെ അക്കാര്യം മലയാളത്തിലാണ് പക്ഷേ കാര്യങ്ങൾ, അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധിപ്പിച്ചത്. വാക്കാൽ പറഞ്ഞു എന്നൊക്കെയാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പക്ഷേ വാക്കാൽ പറഞ്ഞാൽ അംഗീകരിക്കാനാകില്ല, ഹൈക്കോടതി നടപടി എന്ത് എന്ന് തീരുമാനിക്കുമെന്ന് കഴിഞ്ഞ ദിവസം കീഴ്ക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്താണ് ഇനി സംഭവിക്കുക? രതീഷ്, ആഭ്യന്തര വകുപ്പിനും പോലീസിനും വലിയ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത്. കാരണം നേരത്തെ തന്നെ ഉള്ളതാണ്, അറസ്റ്റ് സംബന്ധിച്ച മാർഗരേഖ കൃത്യമായി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ആ മാർഗരേഖ പോലും പാലിക്കാതെ അതിൻ്റെ ABCD അറിയാത്ത രീതിയിലാണ് ഈ കേസ് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും പ്രമാദമായ ഒരു കേസിൽ സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഒരു കേസിൽ ഇത്രയും വലിയൊരു ലാഘവം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയെന്നതുകൊണ്ട് ഇതിന്റെ പ്രശ്നം പരിഹരിക്കുന്നില്ല. കാരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്ന വലിയ വീഴ്ച തന്നെയാണ് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത് ഹൈക്കോടതി തന്നെയാണ്. അതിന്റെ തുടക്കം മുതൽ ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ഓരോ ഉത്തരവുകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് കോടതി ഇറക്കിയ ഉത്തരവിനെ പൂർണ്ണമായും ശരിവെക്കുകയാണ് സുപ്രീം കോടതി അടക്കം ചെയ്തിരിക്കുന്നത്. അതിൽ അറസ്റ്റ് വൈകിയപ്പോൾ ഹൈക്കോടതി ഇടപെട്ടു. ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷ് ഇതിന്റെ ഉത്തരവാദിയായിരിക്കും ഈ അറസ്റ്റ് വൈകിയാലെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം വീണ്ടും ആ കേസ് കോടതി പരിഗണിക്കാൻ വയ്ക്കുന്ന ദിവസത്തിന് രാവിലെയാണ് റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. റാമിന്റെ അഭിഭാഷകരുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട് അവർ കീഴടക്കിയതാണ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഒരു പ്രതിയെ അവർ ഹാജരാക്കി കൊടുത്തിട്ട് പോലും കൃത്യമായ രേഖകൾ കൃത്യത വരുത്താതെ, അറസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ കോടതിയിലേക്ക് കൊടുത്തു. കോടതിയിൽ നിന്ന് തിരിച്ചടി വാങ്ങിയ കേസാണ്. അതിൽ ഇപ്പോൾ ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെയും മേലുദ്യോഗസ്ഥനെയും നേരിട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. KV വേണുഗോപാലിനെയും സുധീർ കല്ലനെയും. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് കോടതി അവരിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ പോവുകയാണ്. എന്തായാലും ഇവർക്കെതിരെ കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഒരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നതാണ് ഹൈക്കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരത്തിൽ വീഴ്ചകൾ വരുത്തുന്നത് ബോധപൂർവമാണ് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ 8ാമത്തെ ഇനമായി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളും ഉണ്ടാകും.